പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിൽ പത്രമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട്. അധികാരികളും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറയുന്നത് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി അധിക സ്കൂൾ സമയം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ അതൊരു മാറ്റമാണോ എന്നത് നമ്മളൊന്നും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഇന്ന് ലോകത്തിൽ അറിയപ്പെട്ട ചില ആളുകളെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അവരെങ്ങനെയാണ് ലോക പ്രശസ്തരായത്? അതിലൊരു പഠനം നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും, സ്കിൽ ബേസ്ഡ് വിദ്യാഭ്യാസത്തിലൂടെയാണ് അവർ ലോകപ്രസിദ്ധരായത് എന്ന്. ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുക. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലം ഒന്ന് നോക്കൂ. ചെറുപ്പകാലങ്ങളിൽ പഠനത്തിൽ വലിയ മികവ് കാണിച്ച വിദ്യാർത്ഥിയൊന്നായിരുന്നില്ല. എന്നാൽ മാത്തമാറ്റിക്സിൽ, കണക്കിൽ അദ്ദേഹം ചെറിയ മികവ് കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു, അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പിന്തുണ കിട്ടിയപ്പോൾ പിന്നീട് അദ്ദേഹം തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന സിദ്ധാന്തത്തിൻ്റെ സ്രഷ്ടാവായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. ഇനി നോക്കൂ, മഹാത്മാഗാന്ധിയെ നോക്കുക. ഇന്ത്യയുടെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ മാറ്റിവെക്കാൻ കഴിയാത്തൊരു പേരാണല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്ന് എന്ന് പറയുന്നത് നോൺ വയലൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അദ്ദേഹം അത്തരം ഒരു സ്വഭാവ സവിശേഷതയുടെ മേൽ അറിയപ്പെട്ടത് ചെറുപ്പകാലങ്ങളിൽ അത്രയും മനോഹരമായ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബിൽഗേറ്റ്സ്, ആരാണ് ബിൽഗേറ്റ്സ്? ലോകത്ത് ഇന്ന് അറിയപ്പെട്ട സമ്പന്നരിൽ ഏറ്റവും പ്രമുഖരാണ്. മാത്രമല്ല, അദ്ദേഹം പഠനകാലത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിന് പിന്തുണ കിട്ടി. അവസാനം മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ഥാപകനായി അദ്ദേഹം മാറുകയാണ് ഉണ്ടായത്. JK റോളിംഗ് എന്ന് പറയുന്ന ഹാരി പോട്ടറിൻ്റെ പുസ്തക പരമ്പരയുടെ രചയിതാവ്. എങ്ങനെയാണ് അദ്ദേഹം ആ കഴിവിലേക്ക് എത്തിയത്? ചെറുപ്പകാലങ്ങളിൽ എഴുത്തിൽ അദ്ദേഹം മികവ് കാട്ടിയിരുന്നു. സ്കൂളുകളിൽ നിന്ന്, രക്ഷിതാക്കളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഒക്കെ കിട്ടുന്ന പിന്തുണയും മോട്ടിവേഷനുമാണ് ഇത്തരം കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത്. കുറേ പാഠപുസ്തകങ്ങൾ വായിച്ചും മനഃപ്പാഠമാക്കി മണിക്കൂറുകളോളം ക്ലാസ് റൂമുകളിൽ നിന്ന് വീർപ്പുമുട്ടുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ കുട്ടികളുടെ കഴിവ് തിരിച്ചറിയേണ്ടത് മാതാപിതാക്കളാണ്. കുട്ടിയുടെ കഴിവ് തിരിച്ചറിയേണ്ടത് അധ്യാപകരാണ്. കുട്ടിയുടെ കഴിവ് തിരിച്ചറിയേണ്ടത് അവർ പഠിക്കുന്ന സ്കൂളുകളാണ്. അങ്ങനെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അംഗീകാരങ്ങളും പിന്തുണയും സാഹചര്യങ്ങളും മോട്ടിവേഷനും കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ, ആ കഴിവിനെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർ മറ്റൊരു മഹാത്മാഗാന്ധി ആവുകയാണ്, മറ്റൊരു ബിൽഗേറ്റ്സ് ആവുകയാണ്. ഇങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച, ലോകം അറിയപ്പെട്ട മനുഷ്യരായി മാറുകയാണ്. കഴിവുകൾ കൊണ്ട് സമ്പന്നമായ മനുഷ്യരുള്ള സ്ഥലമാണ് കേരളം. ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ ഏതെങ്കിലും റൂമുകൾക്കകത്ത് മണിക്കൂറുകളോളം പിടിച്ച് കെട്ടിയിടുക എന്നതിനപ്പുറം അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ സർക്കാരുകളും വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഒരുക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ള അഭിപ്രായം. ആ രൂപത്തിൽ കുട്ടികൾ വളരട്ടെ. കേരളത്തിൻ്റെ മക്കൾ ലോക ചരിത്രത്തിൽ ഇടം പിടിക്കട്ടെ.